ഒരുപാട് ആളുകൾ എന്നോട് പറയുന്ന ഒരു പരാതിയാണ് വാച്ച് അവർ കുറഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പോൾ വാച്ച് അവർ കുറഞ്ഞു പോകാൻ എന്താണ് കാരണം എന്ന് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പേ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി എനിക്ക് ഓർമ്മ വന്നത് പണ്ട് എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ. അപ്പോൾ ഈ ഫംഗ്ഷനിലേക്ക് പ്ലേറ്റ് കുറേ വേണ്ടി വന്നു. അപ്പോൾ പ്ലേറ്റ് എത്താത്തതുകൊണ്ട് നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് കുറച്ച് ചെറിയ ചെറിയ പ്ലേറ്റ്, അതായത് ചെറിയ സൈസിലുള്ള പ്ലേറ്റുകൾ ഒരു 10 12 ഇങ്ങനെ അട്ടിയായിട്ട്, അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ അട്ടിയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വന്നു. ഈ അട്ടിയായിട്ട് വെച്ച് കൊണ്ടുവന്ന പ്ലേറ്റ് ഇങ്ങനെ തന്നെ പിടിച്ച് വളരെ ശ്രദ്ധയോടെ സൈക്കിളിൽ കയറി, സൈക്കിളിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ സൈക്കിളിൽ എൻ്റെ കസിന് മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുവന്നു. അപ്പോഴേ എനിക്കിങ്ങനെ ഇത് വീഴോ 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 എന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെ അവസാനം എന്ത് ചെയ്യും, വീട്ടിലെത്തിയിട്ട് ആ വീട്ടിൽ നിന്ന് എത്തി സൈക്കിളിൽ നിന്ന് ഇറങ്ങുന്ന മൊമെൻറ്റിൽ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി, മൊത്തം വീട് പൊട്ടി. ഇതാണ് ഈ വാച്ച് ഓവറും മോണിറ്റൈസേഷനും തമ്മിലുള്ള പ്രശ്നം. അതായത് നമ്മളിത് 4000 ഇതായി ഇപ്പോൾ ആവുന്നു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഡ്രോപ്പ് വരിക. അപ്പോൾ ഡ്രോപ്പ് നേരെ എന്തെങ്കിലും കുറയും, അല്ലെങ്കിൽ ഒരു 1500 എണ്ണി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1500 നമ്മൾ പലരും നോക്കി വെച്ചിട്ടുണ്ടാവും. എനിക്ക് 1500 നാളെ എത്രയാവും നോക്കട്ടെ നോക്കിയിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോഴാണ് ഈ 1500 എന്നുള്ളത് നേരെ 1300 അതോടുകൂടി ഫുള്ള് ഡൗൺ ആവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൻ്റെ സാധാരണയുള്ള റീസൺസ് ആദ്യം പറഞ്ഞുതരാം, പിന്നെ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കാണും. ഇതിൽ ആദ്യത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. 365 ദിവസം കഴിഞ്ഞാൽ വാച്ച് അവർ കുറയും. അത് 365 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 366 ആവുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം കുറയും. പിന്നെ 67 ആകുമ്പോൾ വീണ്ടും ഒരു ദിവസം കുറയും. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാച്ച് അവർ സ്വാഭാവികമായിട്ടും ഡ്രോപ്പായി വരും. ഇതാണ് ഒരു റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ വാച്ച് അവർ വൈറ്റ് സ്റ്റുഡിയോയിലാണ് നോക്കുന്നതെങ്കിൽ ലാസ്റ്റ് 28 ഡേയ്സിലുള്ള വാച്ച് അവറാണ് അവിടെ കാണിക്കുക. അതായത് 30 ദിവസം ആയിക്കഴിഞ്ഞാൽ 35-40 ദിവസം ആയിക്കഴിയുമ്പോഴേക്കും ഇവിടെ മാറ്റം വരും. അപ്പോൾ നിങ്ങൾ വാച്ച് അവർ കുറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം, ലാസ്റ്റ് 90 ഡേയ്സ് ആയിട്ട് നോക്കുക. അവസാനത്തെ 90 ദിവസം എത്ര വാച്ച് അവർ ഉണ്ടായിരുന്നു നോക്കുക. അതിൽ നോക്കുമ്പോൾ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ആക്കുക, പ്രൈവറ്റ് ആക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് അവർ കുറയും. മുന്നേ അങ്ങനെ അപ്ഡേറ്റ് ആവുന്നുണ്ടായിരുന്നത് ഇപ്പോൾ കുറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീസൺസാണ് പ്രാഥമികമായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. അതായത് സ്പാം ആയിട്ട് പോകുക എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് ഈ സ്പാം ആയിട്ട് പോകുന്നത്. ഈ സ്പാം ആയിട്ട് പോകുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ ഞാൻ സ്പാമിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഈ സ്പാമിങ്ങിൻ്റെ പല പല കാര്യങ്ങൾ, യൂട്യൂബ് എങ്ങനെയാണ് ഈ സ്പാം കണ്ടുപിടിക്കുന്നതും സ്പാമാണെന്ന് തീരുമാനിക്കുന്നതും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാരണം മനസ്സിലാവും. ഈ സ്പാമിംഗ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ആദ്യം ഉപയോഗിക്കുന്നത് ഡിവൈസ് ആൻഡ് IP ട്രാക്കിംഗ് ആണ്. അതായത് നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ IP അഡ്രസ്സൊക്കെ വെച്ചിട്ട് യൂട്യൂബ് ട്രാക്ക് ചെയ്യും. ഇത് ഒരേ ആൾ തന്നെ, ഒരാൾ എൻ്റെ വീഡിയോ ഞാൻ തന്നെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് നിരന്തരമായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടോ, അങ്ങനെ സ്ഥിരമായിട്ട് പ്ലേ ചെയ്ത് വന്ന വീഡിയോ ആണോ എന്ന് യൂട്യൂബ് ട്രാക്ക് ചെയ്യും. അങ്ങനെ ട്രാക്ക് ചെയ്തത് യൂട്യൂബ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, സ്പാമായിട്ട് കണക്കൂട്ടി അതിനെ റിമൂവ് ചെയ്ത് കളയും. ഇതാണ് യൂട്യൂബ് ചെയ്യുന്ന ഒരു രീതി. രണ്ടാമത്തെ കാര്യം വ്യൂവേഴ്സ് ബിഹേവിയർ അനാലിസിസ് എന്ന് പറയും. അതായത് ഈ വീഡിയോ കാണുന്ന ആൾ എങ്ങനെ ഇതിനോട് ബിഹേവ് ചെയ്യുന്നു എന്നതാണ് അവർ നോക്കുക. അത് ഒരു വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് വരെ കാണുന്നുണ്ടോ, എല്ലാം ജസ്റ്റ് സ്കിപ്പ് അടിച്ച് പോവുകയാണോ, ഇതിൻ്റെ ഓരോ കാര്യങ്ങളും യൂട്യൂബ് അനലൈസ് ചെയ്യും. അതുപോലെ ഈ കാണുന്ന ആളുകൾ ഇതിനെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ ലൈക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഇൻട്രാക്ഷൻസ് വരുന്നുണ്ടോ എന്ന് യൂട്യൂബ് കൃത്യമായിട്ട് നോക്കും. ഇപ്പം ഒരു വീഡിയോ പ്ലേ ചെയ്തു, അത് മ്യൂട്ടായിട്ടാണ് പ്ലേ ചെയ്തെന്ന് വിചാരിക്കുക. വീഡിയോ മ്യൂട്ടാണ്, ജസ്റ്റ് പ്ലേ ചെയ്യുന്നു മാത്രം. അതായത് നമ്മൾ ഈ വാച്ച് അവർ കൂട്ടുന്ന പരിപാടികളൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന രീതിയാണ് ഇതിപ്പോൾ യൂട്യൂബ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. ഇപ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യും, മ്യൂട്ടഡ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ഉറപ്പായിട്ട് സ്പാം ചെയ്യും. അതേപോലെ തന്നെ ഈ വീഡിയോ ജസ്റ്റ് സ്കിപ്പ് അടിച്ച് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് കാണുന്നതാണെങ്കിൽ ആദ്യത്തെ തവണ നിങ്ങൾക്കത് ഈ വാച്ച് അവർ കൂട്ടെങ്കിൽ പിന്നീട് ഇത് അനലൈസ് ചെയ്ത് വരുമ്പോഴേക്കും സ്പാമാണെന്ന് കണക്കാക്കി എല്ലാത്തിനെയും അന്ന് റിമൂവ് ചെയ്ത് പറയും. പിന്നെ നോക്കുന്നത് നമ്മുടെ വീഡിയോയിൽ കാണാൻ വരുന്ന ആളുകൾ റെഗുലറായിട്ട് വരുന്ന ആളുകളാണോ, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്ന ആളാണോ, ഇതൊക്കെ യൂട്യൂബ് എന്ത് ചെയ്യും
അതിൽ നോക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂട്ടഡ് ആണോ, മിനിമൈസ് ചെയ്തിട്ടാണോ, അതുപോലെ കുറേ ടാബ് ഓപ്പൺ ആക്കി വെച്ചിട്ടാണോ എന്നൊക്കെ യൂട്യൂബ് നോക്കും. പുതുതായിട്ട് വന്ന ആളുകൾ റെഗുലറായിട്ട് നമ്മളെ മറ്റ് വീഡിയോസൊക്കെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റ് വീഡിയോസ് ലൈക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് ബിഹേവിയേഴ്സ് കൂടി നോക്കും. ഇതൊന്നും അല്ലാതെ ഒരാളോട് പെട്ടെന്ന് നമ്മൾ നീ എൻ്റെ ചാനൽ കാണണേ എന്ന് പറഞ്ഞിട്ട് ആൾ വന്നു വീഡിയോ നോക്കി കണ്ട് അപ്പോൾ ഒരു കുറച്ച് വാച്ച് ഓവറായി പോയി. പിന്നെ ആളുടെ ഒരു അഡ്രസ്സും ഇല്ല എന്നുള്ളതാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ഒരേ സമയം സബ്ബും സ്പാമാവും, ഈ വാച്ച് ഓവറും സ്പാമാവും. ഇതാണ് സംഭവിക്കുന്നത്. പലരും നമ്മളൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നത് കാണാം, ഒരുമിച്ച് മുന്നേറാമെന്നുള്ളത്. ഈ ഒരുമിച്ച് മുന്നേറാൻ പറയുന്ന ആരും തന്നെ ആ ഒറ്റ സമയത്ത് ചിലപ്പം ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് പോകുമായിരിക്കും. പിന്നീട് പക്ഷേ അവർ അതിലേക്ക് വരേണ്ട ആ ഒരു ഇതുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ മണ്ടത്തരമാണ്, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, എന്നാൽ ഇനിയും കമൻറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് സംഭവിക്കുക, സ്പാമായിട്ട് പോകും ഉറപ്പായിട്ട്. സ്പാമോ അപ്പോൾ നിങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ യൂട്യൂബിലുള്ള ഈ എഐയും ഇതിൻ്റെ ടീം അത്ര പൊട്ടന്മാരൊന്നുമല്ല. അവർക്ക് പല സാധനങ്ങളും അറിയാം. വേൾഡ് വൈഡായിട്ട് അവർക്ക് നടക്കുന്ന എല്ലാ സാധനങ്ങളും അവരെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇതൊക്കെ അറിയാം. അപ്പോൾ കണ്ടുപിടിക്കപ്പെടുന്ന എല്ലാ വാച്ച് ഓവറും സബ്ബൊക്കെ ഇതുപോലെ സ്പാമായിട്ട് പോകും. ഇനി ഫേക്ക് വ്യൂസ് എന്ന് പറഞ്ഞാൽ സെയിം സീക്വൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വീഡിയോ ഇടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കുന്നത്, അതുപോലെ ഇൻട്രാക്ഷൻ ഇല്ലാത്ത വ്യൂസ്, അതുപോലെ തന്നെ വളരെ ഷോർട്ട് പീരീഡിൽ കണ്ടിട്ട് പോകുന്ന വ്യൂസ്, ഇതൊക്കെ ഒരു ഫേക്ക് വ്യൂസായിട്ട് കൂട്ടി. ഇതാണ് നമ്മൾ ലിങ്കൊക്കെ ഷെയർ ചെയ്യുമ്പോൾ സംഭവിക്കുക. ആളുകൾ കുറച്ച് സമയം നോക്കും, അങ്ങ് പോകും. അപ്പോൾ ഇതൊക്കെ സ്പാമായിട്ട് പോകും. പിന്നെ ചിലവരുണ്ടല്ലോ ഈ പ്ലേ ലിസ്റ്റൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് നിൽക്കുന്ന പരിപാടികളൊക്കെ, അതൊക്കെയാണ് ഈ ഫേക്ക് വ്യൂസിലൊക്കെ വരുന്നത്. അങ്ങനെ ചെയ്യുന്ന എല്ലാം തന്നെ സ്പാമായിട്ട് ഉറപ്പായിട്ടും പോകുന്നതാണ്. നെക്സ്റ്റ് ട്രാഫിക് സോഴ്സ് അനാലിസിസ് ആണ്. അതായത് ഈ വീഡിയോയുടെ ട്രാഫിക് എവിടെ നിന്ന് വന്നു എന്ന് നോക്കും. സാധാരണയായിട്ട് യൂട്യൂബിലേക്ക് ട്രാഫിക് വരുന്നത് സജസ്റ്റഡ് വീഡിയോ, ബ്രൗസ് ഫീച്ചേഴ്സ്, എക്സ്റ്റേണൽ വ്യൂസ്, ലിങ്ക്, എക്സ്റ്റേണൽ വ്യൂസ് എന്ന് പറയാം, എക്സ്റ്റേണൽ വ്യൂസ്, അതുപോലെയുള്ള സോഴ്സുകൾ വഴിയാണ് വ്യൂസ് വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് മ്യൂട്ടഡ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ വീഡിയോസ്, അതുപോലെ എക്സ്റ്റേണൽ വെബ്സൈറ്റുകൾ, അങ്ങനെ വരുന്ന വ്യൂസ്, അതൊക്കെ കറക്റ്റ് ട്രാഫിക് യൂട്യൂബ് നോക്കുന്നുണ്ട്. ആ ട്രാഫിക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ വീഡിയോസിൻ്റെ വാച്ച് ഓവറും യൂട്യൂബ് റെഡ്യൂസ് ചെയ്യും. ഇനി അടുത്തതാണ് സ്പൈക്ക് പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ. സ്പൈക്ക് പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഹൈപ്പ്, സ്പൈക്ക് ഉണ്ടാകുന്നതൊക്കെ യൂട്യൂബ് അനലൈസ് ചെയ്യും. എന്നിട്ട് ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കും. അതായത് പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാവുക, അതിൻ്റെ ത്രൂ മറ്റുള്ള വീഡിയോസിനൊക്കെ വ്യൂസ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും തമ്പനയിലെ ചേഞ്ചസ് കൊണ്ട്, അല്ലെങ്കിൽ SEOയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് വ്യൂസ് ഹൈപ്പിലേക്ക് കയറി പോകുന്നെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ പെട്ടെന്നൊരു രാത്രി ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരുന്നു, അൺയൂഷ്വലായിട്ട് വരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് യൂട്യൂബ് മനസ്സിലാക്കുക. അതായത് എപ്പോഴാണ് പൊടുന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് വാച്ച് ഓവറൊക്കെ കൂട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയുള്ള പല പരിപാടികളും അതുപോലത്തെ സമാനമായ രീതിയിൽ തോന്നിക്കുന്ന ലിങ്ക് ഷെയർ ചെയ്തിട്ട് ആൾക്കാരെ പേഴ്സണലി കാണിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടി കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇതിലേക്ക് പെടുന്നത്. അപ്പോഴാണ് ഈ വാച്ച് ഓവർ പൊതുവെ കുറയുന്നത്. പിന്നെ ഇത് പഠിക്കുന്നത് AI മെഷീൻ ലേണിങ്ങിൻ്റെ ഇത് വെച്ചിട്ടാണ്. അതായത് മുന്നേ ഇതുപോലെ സമാനമായ കാര്യങ്ങൾ സംഭവിച്ച ചാനലുകളെ കുറിച്ചിട്ടും അതുപോലെ ആളുകൾ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ യൂട്യൂബിൽ ഏകദേശം ഈ AI ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാവും. ഇങ്ങനെയുള്ള പിന്നെ ഒരു ചാനലാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യൂസ് വരുന്ന ചാനലാണ് നമുക്ക് ഇത് കുറയ്ക്കേണ്ടത്, വാച്ച് അവർ കുറയ്ക്കേണ്ടതെന്നുള്ള നേരത്തെ ഒരു ധാരണയുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ അതുപോലെ തോന്നിയാലും മതി. അപ്പോൾ എന്ത് ചെയ്യും, വാച്ച് അവർ സബ്ബൊക്കെ യൂട്യൂബ് റെഡ്യൂസ് ചെയ്തത് നമ്മൾ ചെയ്തിട്ടുണ്ടാകണമെന്നില്ല. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന വ്യൂസും ഇതൊക്കെയാണെന്ന് യൂട്യൂബിൽ തോന്നിയത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനെ സ്പാമായിട്ട് കണക്കൂട്ടും. അതുപോലെ തന്നെ ക്രോസ് പ്ലാറ്റ്ഫോം വെരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടികളൊക്കെ ഉണ്ട്. അതായത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ വാച്ച് അവർ പൈസയൊക്കെ കൊടുത്തിട്ട് വാച്ച് അവർ കൂട്ടുന്നില്ല. അപ്പോൾ അവരുടെ IPയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതേപോലെയുള്ള കുറച്ച് ഡിവൈസുകളിൽ നിന്നാണ് എല്ലാവർക്കും ഇത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ കുറേ യൂട്യൂബ് ചാനലിൽ ഒരേ ഇതിൽ നിന്ന് വ്യൂസ് വരുന്നു, ഭയങ്കരമായിട്ട് കൂടുന്നു, 4000 മണിക്കൂറാവുന്നു. ഇതൊക്കെ യൂട്യൂബ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മോണിറ്റൈസേഷൻ ആയാൽ പോലും അത് കട്ടാക്കുമെന്നാണ് പറയുന്നത്. പുതിയൊരു ഇതിൽ പറയുന്നത്, ഇനി ഇൻ കേസ് മോണിറ്റൈസേഷൻ ആയെന്ന് വിചാരിച്ചു, അത് പിടിക്കപ്പെട്ടാൽ യൂട്യൂബ് അത് കട്ടാക്കും. ഇനി നിങ്ങൾക്ക് റവന്യൂ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് റവന്യൂ വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിലെ റവന്യൂന്ന് ഈ റവന്യൂ കട്ടാക്കുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട്
യൂട്യൂബ് ഏകദേശം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും മറ്റുള്ളവരെ കൊണ്ട് കാണിപ്പിക്കുമ്പോഴും പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ സ്പാം ആവാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. ഞാൻ പിന്നെ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൽ പിന്നെ നടക്കുന്നത്. ഇനിയും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പക്ഷേ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിലിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.